എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ്. നല്ല അടിപൊളി ഒരു ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മുഖത്തിലെ ചുളിവുകൾ നന്നായിട്ട് കുറയ്ക്കാനും മുഖം നല്ല നിറം വയ്ക്കാനും കണ്ണിന് അടിയിലുള്ള കറുപ്പ് കുറയ്ക്കാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു ക്രീമാണിത്. ഇത് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് കുറച്ചെടുത്തിട്ട് കഴുത്തിന് മുഖത്തൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് മസാജിങ് കൂടെ ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് കിടക്കുക കേട്ടോ. കഴുകൊന്നും വേണ്ട. പിറ്റേ ദിവസം രാവിലെ ഫേസ് വാഷോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. ഒരാഴ്ചക്കകം നിങ്ങളുടെ മുഖം നല്ല ക്ലിയർ ആവുകയും ചെയ്യും. മുഖക്കുരു വന്ന പാട് കുറയുകയും ചെയ്യും. ചുളിവുകൾ തന്നെ നല്ലവണ്ണം കുറയുകയും ചെയ്യും കേട്ടോ. അത്ര നല്ല അടിപൊളി ഒരു ഉലുവ വെച്ചുള്ള ഒരു സൂപ്പർ ഒരു ക്രീമാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉലുവ വെച്ച ക്രീം എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം ഉലുവ തന്നെയാണ്. നമുക്ക് കുറച്ച് ഉലുവ എടുക്കുക, ഒരു 5-6 സ്പൂൺ അളവിൽ ഉലുവ എടുക്കുക. ഉലുവ എടുത്തിട്ട് നല്ലവണ്ണം കഴുകണം കേട്ടോ. മറക്കരുത്. കഴുകിയിട്ട് ഇപ്പോൾ നല്ല വെയിലാണല്ലോ, വെയിലത്ത് നിന്ന് ഉണക്കാനിടുക. എന്നിട്ട് അത് ഉലുവയ്ക്ക് നല്ലവണ്ണം ഉണങ്ങി കിട്ടും. ഒരു 2-3 മണിക്കൂറാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ടങ്ങ് ഉണങ്ങി കിട്ടും കേട്ടോ. എന്നിട്ട് ആ ഉലുവ നമ്മൾ മിക്സിയിലെ ജാറിൽ നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കണം. ചെറിയ മിക്സിയിലെ ജാറ് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കണം. നമുക്ക് വേണ്ടത് ഉലുവയുടെ ജെല്ലാണ് വേണ്ടത്. അപ്പോൾ പൊടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം അതാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ജെല്ല് നന്നായിട്ട് കിട്ടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ തുടക്കക്കാരൊക്കെ ആദ്യമായിട്ട് ഉലുവയുടെ ഫേസ് പാക്ക് ഇതുവരെ തേച്ചിട്ടില്ല, ഉലുവയുടെ പാക്ക് ഒന്നും തേക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ, തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് അലർജി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇത് ക്രീം തയ്യാറാക്കുമ്പം നിങ്ങൾ കുറച്ച് മാത്രം തയ്യാറാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂട്ടി എടുക്കാം. പൊടിയുടെ അളവ് കൂട്ടി എടുക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് ക്രീം എങ്ങനെ തയ്യാറാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 സ്പൂൺ അളവിൽ ഉലുവപ്പൊടി ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അടി പിടിക്കാതെ നോക്കണേ. എന്നിട്ട് അതിലോട്ടുണ്ടല്ലോ കുറച്ച് മഞ്ഞളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് തിളച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ജെല്ല് പോലെ കിട്ടും കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് അതിനെ അരിച്ചെടുക്കണം. ഈ ഉലുവ ജെല്ലൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് അരിച്ചെടുത്ത ഈ ഒരു ജെല്ലിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അലോവേറ ജെല്ലാണ്. അതായത് ഇപ്പം ഒരു 2-3 സ്പൂണ് ഉലുവ ജെല്ലുണ്ടെങ്കിൽ അതിൻ്റെ പകുതി അളവിൽ അലോവേറ ജെല്ലും കൂടി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അലോവേറ ജെല്ലാണ് ഏറ്റവും നല്ലത്. എങ്കിലാണ് ഒരു ക്രീമായിട്ട് തന്നെ കിട്ടുകയുള്ളേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഇതാണ് ഓയിൽ സ്കിന്നുകാർക്ക് പറ്റിയൊരു സൂപ്പർ ക്രീം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഇതിലോട്ട് കുറച്ച് ആൽമണ്ട് ഓയിൽ, ബദാം ഓയിലില്ലേ, അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഇത് എല്ലാ ദിവസവും തേച്ച് നോക്കും കേട്ടോ. മുഖം നല്ല ക്ലിയർ ആകും. മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളി സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഉലുവ വെച്ചുള്ള പാക്കുകൾ ഇതുവരെ തേക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് കുറച്ചുണ്ടാക്കിയിട്ട് മാത്രം നിങ്ങൾ തേച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ അലർജി ഉണ്ടോ ഒന്നും നമുക്കറിയത്തില്ലല്ലോ. എന്നാലും മിക്ക ആൾക്കാർക്കും അലർജി ഉണ്ടാവാറില്ല കേട്ടോ. ഉലുവ അത്രയ്ക്ക് നല്ല സാധനമാണ്. അപ്പം നമ്മുടെ മുടി വളർത്താൻ മാത്രമല്ല, നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും ഉലുവ അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.